സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം കാണാനിടയുണ്ടാവും പച്ചക്കറി മാർക്കറ്റിൽ തിരക്കുള്ള പോലെ വലിയ വലിയ സ്വർണ്ണക്കടകളിൽ തിരക്കാണ്. ഈ കാലഘട്ടത്തിൽ പോലും, അതായത് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുന്നതിൽ പോലും സ്വർണത്തിന് ഇത്ര വില കൂടിയിട്ട് പോലും ഞാൻ ജ്വല്ലറികളിൽ തിരക്ക് കുറയുന്നത് കണ്ടിട്ടേ ഇല്ല. എല്ലാ വലിയ ജ്വല്ലറികളിലും തിരക്കാണ് മിക്കവാറും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ തിരക്ക് വരുന്നതെന്നും, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണം വാങ്ങരുത്, നമ്മുടെ സമ്പത്തെല്ലാം പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. സമ്പത്ത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നാണല്ലോ ഇത് ഇറങ്ങുന്നത്, അപ്പോൾ കൂടുതൽ ഡോളർ ചെലവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ കാര്യം കേട്ടോ. നമുക്ക് സമ്പത്ത് കുറയൊന്നുമില്ല, നമ്മുടെ സമ്പത്ത് സേഫായിരിക്കും. എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ജെമിനിയോട്. ജെമിനിക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് നോക്കാം. സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുമ്പോഴും സ്വർണ്ണക്കടകളിൽ തിരക്ക് കുറയാത്തതിന് പിന്നിൽ കൃത്യമായ ചില സാമൂഹികവും സാമ്പത്തികവുമായ കാരണങ്ങളുണ്ട്. അവ പ്രധാനമായും താഴെ പറയുന്നവയാണ്. 1. വിവാഹ സീസണും ഒഴിവാക്കാനാവാത്ത ആചാരങ്ങളും. നമ്മുടെ നാട്ടിൽ വിവാഹങ്ങൾ സ്വർണവുമായി അത്രമേൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നു. വില കൂടിയാലും കുറഞ്ഞാലും വിവാഹ നിശ്ചയം കഴിഞ്ഞവർക്ക് സ്വർണം വാങ്ങാതിരിക്കാൻ കഴിയില്ല. ഒരു നിശ്ചിത അളവ് സ്വർണം വിവാഹത്തിന് വേണമെന്നത് ഒരു സാമൂഹിക ആചാരമായി നിലനിൽക്കുന്നതിനാൽ വില എത്രയായാലും ആളുകൾ അത് വാങ്ങാൻ നിർബന്ധിതരാകുന്നു. 2. സുരക്ഷിതമായ നിക്ഷേപം, സേഫ് ഹാവൻ. സാമ്പത്തിക അസ്ഥിരതയുള്ള സമയങ്ങളിൽ ലോകമെമ്പാടുമുള്ള ആളുകൾ ഏറ്റവും വിശ്വസിക്കുന്ന നിക്ഷേപ മാർഗമാണ് സ്വർണം. ഓഹരി വിപണിയിലോ മറ്റു ബിസിനസ്സുകളിലോ പണം മുടക്കുന്നതിനേക്കാൾ സുരക്ഷിതമാണ് സ്വർണമെന്ന് സാധാരണക്കാർ കരുതുന്നു. വില ഇനിയും കൂടുമെന്ന ഭയം പലരെയും ഇപ്പോൾ തന്നെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. പാനിക് ബൈയിങ്. 3. അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ. പല പ്രമുഖ ജ്വല്ലറികളും ഗോൾഡ് സ്കീമുകൾ അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. വില കൂടുമ്പോൾ ആ പഴയ കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങാൻ ഇത്തരം സ്കീമുകളിൽ ചേർന്നവർക്ക് സാധിക്കും. ഇത്തരം ബുക്കിംഗുകൾ ഉള്ളവർ വില വർധനവ് കാര്യമാക്കാതെ സ്വർണം വാങ്ങാൻ എത്തുന്നു. 4. പഴയ സ്വർണം മാറ്റിയെടുക്കൽ, എക്സ്ചേഞ്ച്. വില കൂടുമ്പോൾ പുതിയ സ്വർണം പണം കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ കൈവശമുള്ള പഴയ സ്വർണം നൽകി പുതിയ ഡിസൈനുകൾ വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിക്കാറുണ്ട്. ഇത് കടകളിലെ തിരക്ക് നിലനിർത്താൻ കാരണമാകുന്നു. 5. മൂല്യത്തകർച്ചയില്ലാത്ത ആസ്തി. രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ വർദ്ധിക്കുമ്പോഴും പണത്തിന്റെ മൂല്യം സംരക്ഷിക്കാൻ സ്വർണത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു നഷ്ടമില്ലാത്ത കച്ചവടമായി ജനങ്ങൾ കാണുന്നു. ചുരുക്കത്തിൽ സ്വർണം നമുക്കൊരു വെറും ലോഹമല്ല, മറിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ തുണയ്ക്കുന്ന ഒരു സാമ്പത്തിക സുരക്ഷാ കവചം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം അതിന്റെ ഡിമാൻഡിനെ കാര്യമായി ബാധിക്കുന്നില്ല. പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ സ്വർണം വാങ്ങുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടില്ല. മറിച്ച് ഭൗതികമായ സ്വർണം, ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്ന ശീലം കുറയ്ക്കാനും പകരം സോവറിൻ ഗോൾഡ് ബോണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട് -SGB പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങൾ ഉപയോഗിക്കാനുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വർണത്തിന്മേലുള്ള അമിത നിക്ഷേപം കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും താഴെ പറയുന്നവയാണ്. ഗുണങ്ങൾ. പ്രോസ്. സാമ്പത്തിക ഭദ്രത. ഇന്ത്യയിലേക്ക് സ്വർണം വൻതോതിൽ ഇറക്കുമതി ചെയ്യുകയാണ് പതിവ്. ഇതിനായി വലിയ തുക വിദേശ നാണ്യം, ഡോളർ ചിലവാകുന്നുണ്ട്. സ്വർണം വാങ്ങുന്നത് കുറഞ്ഞാൽ രാജ്യത്തിന്റെ വ്യാപാര കമ്മി, ട്രേഡ് ഡെഫിസിറ്റ് കുറയുകയും സമ്പദ് വ്യവസ്ഥ ശക്തമാവുകയും ചെയ്യും. ഡിജിറ്റൽ നിക്ഷേപത്തിലെ ലാഭം. ഗോൾഡ് ബോണ്ടുകൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ വിലവർധനവിനൊപ്പം നിശ്ചിത ശതമാനം പലിശയും ലഭിക്കുന്നു. കൂടാതെ പണിക്കൂലി, GST, ലോക്കർ വാടക എന്നിവ നൽകേണ്ടി വരുന്നില്ല. ഉൽപാദനക്ഷമമായ നിക്ഷേപം. സ്വർണം ലോക്കറിൽ ഇരിക്കുന്നത് കൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഗുണമില്ല. എന്നാൽ അതേ പണം ബാങ്ക് നിക്ഷേപമായോ ഓഹരികളായോ മാറ്റിയാൽ അത് വ്യവസായങ്ങൾക്കും രാജ്യപുരോഗതിക്കും ഉപയോഗപ്പെടും. ദോഷങ്ങൾ, കോൺസ്. ആഭരണ പ്രേമം. ഇന്ത്യയിൽ സ്വർണം വെറുമൊരു നിക്ഷേപമല്ല, മറിച്ച് ആചാരങ്ങളുടെയും വിവാഹങ്ങളുടെയും ഭാഗമാണ്. സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാൻ പറഞ്ഞാൽ അത് സാധാരണക്കാരുടെ വൈകാരികമായ ആവശ്യങ്ങളെയും ആഭരണ വ്യവസായത്തെയും ബാധിച്ചേക്കാം. പെട്ടെന്നുള്ള പണം, ലിക്വിഡിറ്റി. വീട്ടിൽ സ്വർണമുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് പണയം വെക്കാനോ വിൽക്കാനോ സാധിക്കും. ബോണ്ടുകൾക്കും ഡിജിറ്റൽ സ്വർണത്തിനും കാലാവധി ഉള്ളതിനാൽ അത്രയും പെട്ടെന്ന് പണമാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. സുരക്ഷിത ബോധം. ഡിജിറ്റൽ സംവിധാനങ്ങളിൽ വിശ്വാസമില്ലാത്ത സാധാരണക്കാർക്ക് കയ്യിലിരിക്കുന്ന സ്വർണമാണ് ഏറ്റവും വലിയ സാമ്പത്തിക സുരക്ഷ. അത് വേണ്ടെന്ന് വെക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കും. ചുരുക്കത്തിൽ സ്വർണം വാങ്ങരുത് എന്നല്ല, മറിച്ച് സ്വർണത്തെ കെട്ടിക്കിടക്കുന്ന ആസ്തിയാക്കി മാറ്റാതെ ലാഭകരമായ നിക്ഷേപമാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റിൽ പറയുക
നമ്മുടെ സ്വർണ്ണങ്ങൾ വാങ്ങിക്കൂട്ടി വീട്ടിൽ വെറുതെ വെക്കണോ അത് ആ പൈസ കൊണ്ട് എന്തെങ്കിലും ബിസിനസ്സിലിട്ട് 1-ന് 2 ആക്കണോ? ഏതാണ് നല്ലത് എന്നുള്ളത് നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക.